പ്രധാനമന്ത്രിയുടെ ഇന്നലെ ഹൈദരാബാദിൽ നടത്തിയൊരു പ്രസംഗമാണ്. പുള്ളി പറഞ്ഞിട്ടുള്ളത് നമ്മൾ കുറച്ച് മുറുക്കി കൊടുക്കണം, കുറേ ഓസ്റ്ററിറ്റി മെഷേഴ്സ് ഉണ്ടാക്കണം, ഇതൊക്കെയാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാവരും ചോദിക്കുന്നു, ഇപ്പോൾ എന്നോട് തന്നെ പലരും ചോദിക്കും, ഇത് ലോക്ക്ഡൗൺ ആണോ, കോവിഡ് പോലെ ഒരു അടുത്ത ലോക്ക്ഡൗൺ ആണോ? ഇത് ലോക്ക്ഡൗണിന് എന്ന് പറഞ്ഞാൽ അത് നിയമപരമായിരുന്നു, മാൻഡേറ്ററി ആയിട്ടാണ് വന്നത്. നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഒരു പ്രസംഗത്തിൽ ഒരു വിഷ്ഫുൾ തിങ്കിങ് എന്ന് മാത്രമേ ഇതിനെ പറയാൻ കഴിയുള്ളൂ. ഒരു എക്സോട്രേഷൻ അല്ലെങ്കിൽ ഒരു ആഹ്വാനം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ കൊള്ളാം എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും. നമ്മുടെ പൗരാവകാശത്തെ കൂടി ലംഘിക്കുന്നവയാണ്. ഇതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും അട്ടർ നോൺസെൻസുമാണ്. അപ്പോൾ അതൊന്നും പാലിക്കാൻ ബാധ്യതയില്ല. പക്ഷേ എന്നാലും പ്രധാനമന്ത്രി രാജ്യത്തിലെ ജനങ്ങളോട് നിയമം എന്ന നിലയിലല്ല, വിളംബരം എന്ന നിലയിലല്ല, ഓർഡർ എന്ന നിലയിലല്ല, ഒരു സജഷൻ മുന്നോട്ട് വെക്കുകയാണ്. ഈ സജഷൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമൂസാണ്, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോർമൂസാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇത്. ഒന്ന്, പ്രയോറിറ്റൈസ് വർക്ക് ഫ്രം ഹോം. അതായത് ഇനി വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി, നിങ്ങൾ പുറത്ത് പോകണ്ട, കഴിയുന്നത്ര വീട്ടിലിരുന്ന് ജോലി ചെയ്യുക. ഇത് കോവിഡിനുമായിട്ട് സമാനമായൊരു സാധനമാണ്. അവോയ്ഡ് ബൈയിങ് ഗോൾഡ് ഫോർ 1 year, ഒരു വർഷത്തേക്ക് സ്വർണ്ണം ഒന്നും വാങ്ങിക്കാതിരിക്കുക. റെഡ്യൂസ് പെട്രോൾ ആൻഡ് ഡീസൽ കൺസംഷൻ, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും കൺസംഷൻ കുറയ്ക്കുക. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക. കഴിയുന്നത്ര പബ്ലിക് കൺവെയൻസ് ഉപയോഗിക്കുക. കട്ട് ഡൗൺ ദ യൂസ് ഓഫ് കുക്കിംഗ് ഓയിൽ, നിങ്ങൾ ഭക്ഷ്യ എണ്ണ, പൊരിക്കാനും പൊള്ളിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക. റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് മൂവ് ടുവേർഡ് നാച്ചുറൽ ഫാമിംഗ്. ഇതാണ് ഏറ്റവും ഇതായിട്ടുള്ളത്. പണ്ട് ശ്രീലങ്ക ഓർമ്മ വരുന്നുണ്ടോ എന്നറിയില്ല. അതായത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗം കുറയ്ക്കുക, നാച്ചുറൽ ഫാമിങ്ങിലേക്ക് നീങ്ങുക. എനിക്ക് നാച്ചുറൽ ഫാമിങ്ങിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് എനിക്ക് ഒട്ടും സ്വീകാര്യമല്ലാത്ത കാര്യം. അടുത്തത്, യൂസ് ഫ്യൂർ ഫോറിൻ ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആൻഡ് അഡോപ്റ്റ് സ്വദേശി. ഫോറിൻ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊന്നും അധികം ഉപയോഗിക്കാതിരിക്കുക, സ്വദേശിയിലേക്ക് പോവുക. ഇത് നമ്മുടെ ഗാന്ധിജിയുടെ സ്വദേശിയാണ്. ദെൻ അവോയ്ഡ്, അവസാനത്തെയാണ് കഠിനം, അവോയ്ഡ് ഫോറിൻ ട്രാവൽ ഫോർ 1 year, ഒരു വർഷത്തേക്ക് ഫോറിൻ ട്രാവൽ ഒഴിവാക്കുക. ഞാനിത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ വർഷം പോകണ്ടെന്ന് വെച്ചത്. ഓക്കെ, എന്തുകൊണ്ടാണ് വർക്ക് ഫ്രം ഹോം? വർക്ക് ഫ്രം ഹോം കോമൺ ലോജിക്കാണ്. അതായത് നമ്മളുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇന്നിപ്പം നോക്കുമ്പോൾ $700 ബില്യൺ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് 700+ ഉണ്ട്, നമുക്കുണ്ട്. അത് ഏപ്രിൽ 17 വരെയുള്ള കണക്കാണ് കാണിക്കുന്നത് വിക്കിയിൽ. അപ്പോൾ നമ്മൾ ഇച്ചിരി അപ്പാണ്, ഏതാണ്ട് 8 ബില്യൺ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കെടുത്തതിനേക്കാൾ 8 ബില്യൺ കൂടുതലുണ്ട്. പക്ഷേ നമ്മൾ 4ാം സ്ഥാനത്താണ്. റഷ്യക്ക് 755 ബില്യൺ ഉണ്ട്. സ്വിറ്റ്സർലൻഡും ജപ്പാനും ചൈനയും നമ്മുടെ മേളിൽ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച്. അപ്പം പ്രൈമറി ഗോൾ ടു റെസ്ട്രിക്ഷൻ ഈസ് പ്രൊട്ടക്ട് ഇന്ത്യസ് ഫോറിൻ എക്സ്ചേഞ്ച്. കാരണം വീട്ടിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഡിമാൻഡ് ഫോർ ഡീസൽ ആൻഡ് പെട്രോൾ കുറയും. വണ്ടി എടുത്തുകൊണ്ട് പോകണ്ട, വീട്ടിൽ ഇരിക്കുക. അപ്പോൾ കുറച്ച് പെട്രോൾ മതി, കുറച്ച് ഉപയോഗം. അപ്പോൾ നമുക്ക് ഹോർമൂസിൽ നിന്ന് എണ്ണ എത്തുന്ന അനുസരിച്ച് അത് സ്റ്റോക്ക് ചെയ്യാം. നമുക്ക് നല്ലൊരു 60 ദിവസം വരെയൊക്കെയുള്ള ഒരു സ്റ്റോക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സ്റ്റോക്ക് കുറച്ച് എണ്ണ വിറ്റ് പോകുന്നുള്ളെങ്കിൽ ലാഭം കുറയും, പക്ഷേ കമ്പനികളുടെ എന്ത് ചെയ്യാം, അതുവഴി എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാം. 85% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് എന്ന് ആലോചിക്കുക, ക്രൂഡ് ഓയിൽ. മറ്റൊന്ന്, സ്വർണം വാങ്ങിക്കാത്തതാണ്. സ്വർണം എന്തുകൊണ്ട് വാങ്ങിക്കുക? സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോയി കടയിൽ പോയി താലി, മാല, ഇവിടെയൊക്കെ ഇരിക്കുന്ന സ്റ്റോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കുന്നതല്ല പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നതും അതോടൊപ്പം തന്നെ സ്വർണത്തിൻ്റെ നാണയം, ബിസ്ക്കറ്റ്, കോയിൻ, അല്ലെ സ്വർണ്ണ, അങ്ങനെയൊക്കെയുള്ള സംഗതികൾ വൻതോതിൽ ഇറക്കുമതി ചെയ്യുക. അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണം യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്വർണ്ണമല്ല, കൂടുതലും പുറത്തുനിന്നാണ് നമ്മൾ സ്വർണം കൊണ്ടുവരുന്നത്. അപ്പം ഇവിടെ നമ്മൾ വാങ്ങിക്കുന്ന ഡൊമസ്റ്റിക് ആയിട്ട് നമ്മൾ സ്വർണത്തിന് ഒരു കടയിൽ ചെന്ന് ചോദിച്ചാൽ ആ കടയിൽ സ്വർണം വരുന്ന ഒരു ഏജൻസി ഉണ്ടാവും. ആ ഏജൻസിയുടെ പുറകെ വരുമ്പോൾ അവസാനം അത് ഡോളറിൽ പുറത്തുനിന്ന് പൈസ ഡോളറിൽ കൊടുത്ത് വാങ്ങിക്കുന്ന സ്വർണ്ണമാണ് നമുക്കിവിടെ ഈ ഡാഷ് ജുവലേഴ്സിലും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വർണം ഒരു വർഷത്തേക്ക് വാങ്ങിക്കാതിരിക്കുക, അല്ലെങ്കിൽ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കുറയ്ക്കാനും നിലനിർത്താനും. അതോടൊപ്പം തന്നെ ഡോളറും രൂപയായിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് ഇപ്പം തന്നെ ഇന്ന് 94 രൂപയാണെന്ന്, കഴിഞ്ഞ മാസം 93 കിടക്കുകയായിരുന്നു. അപ്പം ഞാൻ ശരാശരിയാണ് പറയുന്നത്. അപ്പം അതിനും ഒരു നല്ല ഓപ്ഷനാണ് സ്വർണം ഒരു വർഷത്തേക്ക് വാങ്ങിക്കാതിരിക്കുക. അതും എനിക്ക്
ബുദ്ധിമുട്ടൊന്നുമില്ല. സ്വർണം വാങ്ങിക്കാതിരിക്കുക, നമ്മൾ സ്വർണം വാങ്ങിച്ചിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. സോ ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഇനി മറ്റൊന്ന്, നിങ്ങൾ ബസ് ഉപയോഗിക്കുക, ട്രാം, ബസ്, മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. കാർ ഉപയോഗിക്കാതിരിക്കുക. അത് നിങ്ങൾ കാർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എണ്ണ അടിക്കുന്നു, ഒരാൾ യാത്ര ചെയ്യുന്നു, ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അല്ലെ ക്യൂബയിലൊക്കെ ചെയ്യുന്നോണം സൈക്കിൾ ഉപയോഗിക്കുക, എണ്ണയുടെ ആവശ്യമില്ല. പിന്നെ ഷിഫ്റ്റിംഗ് ടു മെട്രോസ്, കാർ പൂളിംഗ്, ഇലക്ട്രിക് വെഹിക്കിൾസ് ഉള്ളവരൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിക്കോളൂ എന്നുള്ളതാണ്. ഫോറിൻ കറൻസി ആൻഡ് റെഡ്യൂസസ്. ഇനി മറ്റൊന്നുള്ളതാണ് ഭക്ഷ്യ എണ്ണ. എന്തുകൊണ്ടാണ് ഭക്ഷ്യ എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഭക്ഷ്യ എണ്ണ സോയാബീനും പിന്നെ സൺഫ്ലവർ ഓയിലും പാം ഓയിലൊക്കെ മലേഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്താണ്. പണ്ട് കരുണാകരൻ ഓർമ്മയുണ്ടോ? കേരളത്തിൽ അഴിമതി, മലേഷ്യയിൽ നിന്ന് പാം ഓയിൽ ഇറക്കുമതി. അപ്പം ഈ പാം ഓയിൽ ഇറക്കുമതി ചെയ്യാൻ ഡോളറിലാണ് നമ്മളിത് കൊടുക്കേണ്ടത്. ഡോളറാണ് ഇന്റർനാഷണൽ കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ഡോളർ ശേഖരം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭക്ഷ്യ എണ്ണ കുറച്ച് ഉപയോഗിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അതേഴ്സ് എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, വെളിച്ചെണ്ണയൊക്കെ അതിനകത്താണ് വരുന്നത്. വെളിച്ചെണ്ണയിലേക്ക് വരണം. വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് വരാൻ എളുപ്പമാണ്. പക്ഷേ കേരളത്തിന് പുറത്ത് വെളിച്ചെണ്ണയ്ക്ക് വലിയ ആരാധകർ പൊതുവെ കുറവാണ്. എന്താണ്, വെളിച്ചെണ്ണ ഭയങ്കര മണമാണെന്നാണ് നമ്മൾ പറയുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് പലരും വെളിച്ചെണ്ണയ്ക്ക് മണം ഭയങ്കര എന്താണ് പറയുക, മോശം മണമാണ്. ഐ ക്യാൻ ബിലീവ് ഇറ്റ്. ഇതാണ് ഒരിക്കലും എനിക്കിനിയിപ്പോൾ മരിക്കുന്നവരെ വെളിച്ചെണ്ണയ്ക്ക് മോശം മണമാണെന്ന് പറയാനേ കഴിയില്ല. പക്ഷേ വെളിച്ചെണ്ണയ്ക്ക് മോശം മണമാണെന്ന് പറയുന്ന ആളുകളെ ഞാൻ കാണുന്നുണ്ട്. എങ്ങനെ അവർക്ക് പറയാൻ കഴിയുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊക്കെയാണ് ഈ നമ്മളൊരു കൾച്ചറൽ ആയിട്ടും നമ്മൾ വന്ന രീതി. അതായത് ഈ പാമ്പിനെ കഴിക്കുന്നവരുണ്ടല്ലോ, അവരോട് പാമ്പിനെ കുറിച്ച് അത് കാണുമ്പോൾ നമുക്ക് അറപ്പുണ്ടാവും, റിവൾഷൻ ഉണ്ടാവും, കൺവൾഷൻ ഉണ്ടാവും. പക്ഷേ അവരുടെ ബ്രെയിൻ അതൊരു പ്രശ്നമല്ല. അപ്പം ഇത് കുറയ്ക്കാനാണ് ആഹ്വാനം. മറ്റൊന്നുള്ള ഫെർട്ടിലൈസേഴ്സ്. ശ്രീലങ്കയിൽ എന്താ പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ശ്രീലങ്കയിലേക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഇറക്കുമതി ചെയ്യാനായിട്ട് അതായത് ഫോറിൻ എക്സ്ചേഞ്ച്, ഡോളർ കയ്യിലില്ലാത്തതുകൊണ്ട് അവിടുത്തെ മന്ത്രിമാർ പറഞ്ഞു, നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് വരുന്ന 1 വർഷം കുറയ്ക്കണം, നമ്മൾ നാച്ചുറൽ ഫാമിങ്ങിലേക്ക് തിരിയണം. എന്ത് ദുരന്തമാണ് അത് അവിടെ ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾക്കറിയാം. ഇന്ത്യയിലും ഒന്നാമത് ഈ BJP സർക്കാരിൻ്റെ ഒരു അടിസ്ഥാനപരമായ നിലപാടാണ് നാച്ചുറൽ ഫാമിങ്, അങ്ങനെയുള്ള ആത്മീയ കൃഷികൾ, ഇമാതിരി ഐറ്റംസൊക്കെ വളരെ റിഗ്രസീവാണ്, രാജ്യത്തിനോ സമൂഹത്തിനോ ചേരാത്തതാണ്, അശാസ്ത്രീയമാണ്, യുക്തിഹീനമാണ് എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ എന്താ പറയുക, ഇത് സംബന്ധിച്ച് അറിവുള്ളവർക്കെല്ലാം അറിയുന്ന കാര്യമാണ്. എന്തായാലും മോദി അതാണ് അടിച്ചു വിട്ടിരിക്കുന്നത്, നാച്ചുറൽ ഫാമിങ്ങിലേക്ക് തിരിയുക. നമുക്ക് വളം കുറച്ച് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭക്ഷ്യസുരക്ഷയുള്ള ഒരു രാജ്യമാണ്. അതായത് നമുക്ക് ആവശ്യത്തിലധികം ഭക്ഷ്യധാന്യങ്ങൾ നമ്മൾ സ്റ്റോക്കുണ്ട്, നമുക്ക് കയറ്റുമതി ചെയ്യാവുന്ന അവസ്ഥയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് നമ്മൾക്ക് വേണമെങ്കിൽ 1 വർഷത്തേക്ക് കൂടുതൽ ഉൽപ്പാദനം കുറച്ച് വെക്കാം. ഉൽപ്പാദനം കുറച്ച് വെക്കുന്നതും ശരിയല്ല. കാര്യം ഈ ഞാൻ എണ്ണക്കിണറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ ഈ ഉൽപ്പാദനം കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ല. ബേസിക്കലി ഉൽപ്പാദനം കൂട്ടിക്കൊണ്ടിരിക്കുക, ആ ഒരു താളത്തിൽ തന്നെ പോവുക, ആ ടെമ്പോയിൽ തന്നെ പോവുക. മറിച്ച് ഈ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന എന്തോ അത് ധാന്യമാണെങ്കിൽ അതിന് പുതിയ പുതിയ ഉപയോഗം, പുതിയ ഉൽപ്പാദന സാധ്യതകൾ, വാല്യൂ ആഡഡ് പ്രോജക്ട്സ് ഉണ്ടാക്കുക, അതിനകത്ത് നിന്ന് വേറെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, അത് കയറ്റുമതി ചെയ്യുക. ഒരിക്കലും ഇത് കിട്ടുന്ന സാധനം കുറയ്ക്കാനായിട്ട് നമ്മൾ ഒരിക്കലും പോകരുത് എന്നുള്ളതാണ്. അതൊരിക്കലും ഒരു പ്രത്യേകിച്ച് ജനസംഖ്യ കൂടി വരുന്ന ഒരു രാജ്യത്ത് ഭക്ഷ്യോൽപാദനം കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു സ്വിച്ചും ഓണാക്കരുത്. ലൈക്ക് ഫെർട്ടിലൈസേഴ്സ് കുറച്ച് ഉപയോഗിക്കുക, അത് ശരിയായൊരു കാര്യമല്ല. അത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് മൊത്തത്തിൽ ഇവരുടെ ഒരു ഇക്കാര്യത്തിലുള്ള ഒരു എന്താ പറയുന്നത് ബോധമില്ലായ്മ എന്നാണ് എനിക്ക്, ആ വാക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല. അവരുടെ ബോധം വേറെയാണ്. അവർ നാച്ചുറൽ ഫാമിങ്ങിലാണ്. നാച്ചുറൽ ഫാമിങ്ങിന് രാജ്യത്തിൻ്റെ പട്ടിണി മാറ്റാനോ അല്ലെങ്കിൽ സുരക്ഷ കൊണ്ടുവരാനോ സാധിക്കില്ല. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് യൂറിയയുടെ കാര്യത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇറക്കുമതി ചെയ്യുകയാണ്. ഇപ്പോൾ ഹോർമൂസിൽ നിന്ന് തന്നെ കപ്പലുകൾ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞ വിഷയം ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാര്യം എന്താണ്? ഈ വളക്കപ്പലുകളാണ് വരാത്തത്. അതാണ് ഭയങ്കര ഇത്. പിന്നെ ഫോറിൻ ബ്രാൻഡ് പ്രോഡക്റ്റ് ഒക്കെ ഉപേക്ഷിക്കുക. അതാണ് ലൈക്ക് അതിനകത്ത് ആദ്യം കൊടുത്തേക്കുന്ന ലക്വസ്റ്റ് തന്നെയാണ്. ഇതൊക്കെ ഇനി ഞാൻ വാങ്ങിക്കുന്നില്ല എന്ന് വെക്കാം. അതേ പറയും. എവറി ടൈം you buy a foreign branded luxury item, daily goods, a portion of money leaves the country. അങ്ങനെ പറയാം, പൈസ പോകുന്നുണ്ട്.
ഗ്ലോബലൈസേഷൻ പറയുകയും സ്വദേശി പറയുകയും ഒക്കെ കൂടെ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയായൊരു കാര്യമല്ല. ആത്മനിർഭർ ഭാരത് അതുമായിട്ടനുബന്ധിച്ച് ഫോറിൻ ഗുഡ്സ്. പക്ഷെ മോദിയുടെ വാച്ച്, മോദിയുടെ സൂട്ട്, മോദിയുടെ അങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതെല്ലാം തന്നെ വളരെ കൂടിയ വിദേശ നിർമ്മിത സാധനങ്ങളാണ്. നോർമലി ഹി വാസ് അക്യൂസ്ഡ് ഓഫ് ദിസ്. ഈ സ്വദേശി വാങ്ങിക്കാൻ പറയുന്ന മോദി മാത്രമല്ല, മോദിയുടെ സർക്കാരും മോദിയുടെ സർക്കാരുകളും അവരുടെ ഭരണകർത്താക്കളെല്ലാം ഇത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുക. അത് മാത്രമല്ല, ഒരു ഫോൾസ് പ്രൈഡ് ഉണ്ടാക്കുകയാണ്. ഈ നാടൻ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് എന്തോ ഒരു വലിയൊരു ആത്മാഭിമാനമാണ്, രാജ്യസ്നേഹമാണ്, രാജ്യസ്നേഹത്തിൻ്റെ ഒരു ഇതായിട്ട് ഇത് അവതരിപ്പിക്കുന്നത് അതൊട്ടും ശരിയായൊരു കാര്യമല്ല. ഓക്കെ, നിങ്ങൾ ഇവിടെ ഒരു സാധനം ഉണ്ടെങ്കിൽ ആളുകൾ വന്ന് വാങ്ങിക്കോളുമല്ലോ. അത് ഇവിടെ വാങ്ങിക്കുക, അഭിമാനിക്കുക എന്ന് പറയുന്നത് അതൊരു ശരിയായ ഒരു ആർഗ്യുമെൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് നമ്മൾ മെച്ചപ്പെടുകയാണ് വേണ്ടത്. നമ്മൾ മെച്ചപ്പെടുകയും ആളുകൾ വാങ്ങിക്കട്ടെ, സ്വാഭാവികമായ ചോയ്സ്. എങ്കിലേ നമുക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ടെന്ന് പറയാൻ കഴിയും. ഇത് നോക്കുക, ഫോറിൻ ട്രിപ്പുകൾ കുറയ്ക്കുക, മാസീവ് ഔട്ട്ഫ്ലോ ഓഫ് ഫോറിൻ കറൻസി, ഫ്ലൈറ്റ് ചാർജ്, ഹോട്ടല്, ഷോപ്പിംഗ് എബ്രോഡ്, ഇതിനൊക്കെ ഒരുപാട് പൈസ നമ്മൾ ഇവിടുന്ന് പൈസ മാറിയെടുത്ത് ഡോളറായിട്ട് അവിടെ കൊണ്ടുവന്ന് ചിലവഴിക്കും. അപ്പോൾ നമ്മുടെ ഡോളറിന് ആവശ്യം വരും, അപ്പോൾ പുറത്തേക്ക് പൈസ പോകണം. അതുകൊണ്ട് ഒരു വർഷത്തേക്ക് കഴിയുന്നത്ര വിദേശ യാത്രകൾ ഒഴിവാക്കാനാണ് പറയുന്നത്. ഇന്ത്യയിലെ ഒരു പൗരനോട് വിദേശ യാത്ര ചെയ്യരുതെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. അല്ലെ പിന്നെ എമർജൻസി സിറ്റുവേഷൻ വല്ലതും ആയിരിക്കണം. പിന്നെ ഇത് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ഒരു വിദേശ യാത്രകൾ കുറച്ചതുകൊണ്ട് എന്തുമാത്രം നേട്ടം ഇതിനകത്ത് വരും എന്നത് എനിക്കറിയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ എയർലൈൻസിനോട് പറയണം, നിങ്ങൾ വിദേശ ട്രിപ്പുകൾ കുറയ്ക്കാൻ പറയണം. അപ്പം മൊത്തത്തിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഒരിടത്ത് ഇങ്ങനെ നിങ്ങൾ ചുരുക്കുന്നതനുസരിച്ച് ആ ചുരുക്ക് എക്കോണമിയുടെ എല്ലാ ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെടും. ഒരിടത്ത് ചുരുങ്ങിയാൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു റബർബറേഷൻ എല്ലായിടത്തേക്കും വരും, അതിൻ്റെ ഒരു പ്രതിധ്വനി. അപ്പം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വീണ്ടും ഒരു യുദ്ധം കൂടി പ്രതീക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ സ്റ്റോക്കും ഈ വളം ശരിയാണ്, കറക്റ്റ് ആർഗ്യുമെൻ്റ് ആണ്. ഹോർമോസിൽ കടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നം ഈ ഫെർട്ടിലൈസറാണ്. പിന്നെ എണ്ണ, ഫെർട്ടിലൈസർ, ഗോൾഡ്, അത് ഓക്കെയാണ്. പക്ഷേ ഇതിൻ്റെ തന്നെ ഈ മോദി ഇതൊക്കെ ചെയ്യുമ്പോഴും മലയാള മനോരമ പത്രം ഇന്നൊരു പോസ്റ്റ് ഒരു സുഹൃത്തിട്ടിരുന്നു. ഇത് നോക്കൂ, പത്രത്തിൻ്റെ ഫ്രണ്ട് വരുന്നത് സോമനാഥ ക്ഷേത്ര സമുച്ചയം, പ്രഭാസ്, മെയ് 28 മുതൽ 11 വരെ, സുവർണവേളയ്ക്ക് സാക്ഷി. ഇത്യാദി എന്താ പറയുന്നത്, പരസ്യം കൊടുക്കാനും ഇത്തരം കാര്യങ്ങളിലേക്ക് ഫണ്ടും അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ശ്രദ്ധയൊക്കെ ഊന്നാനും കഴിയുന്നുണ്ടെങ്കിൽ മറ്റേ ന്യായം അടിക്കുന്നതിൽ വലിയ കാര്യമില്ല. ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പൗരനോട് ഇന്നതൊക്കെ കുറയ്ക്കൂ എന്ന് ആവശ്യപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള അതൊരു സർക്കാർ ലെവലിൽ പ്രധാനമായിട്ട്, അത് പോട്ടെ, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ സ്വന്തമായിട്ട് കൊണ്ടുവന്ന് സ്വർണം കൊടുക്കുക, അതിനിപ്പോൾ നമുക്ക് എതിർക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ സർക്കാർ ലെവലിൽ ഒരു പ്രധാന പൂജാരിയായിട്ട് വേഷം കെട്ടി ഇങ്ങനെ പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുത്ത്, ഒന്നാമത് നാടിന് തന്നെ പുറത്തൊക്കെ കാണുന്നവർക്ക് തന്നെ അത് കാണുമ്പോൾ തന്നെ ഒരു വല്ലായ്മയാണ് തോന്നുന്നത്. ഇതാണ് മറുവശത്ത് ചെയ്യുന്നത്, അതുകൂടെ പറയണം.